ഒരു IVF-ന്റെ ഭംഗി എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടൊരു കേസ് സംഭവിച്ചു. അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ അടുത്ത കാലത്ത് നടന്നതാണ്. മെയിൽ ഫാക്ടറാണ്. കല്യാണം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 8-9 വർഷമായി, കുട്ടികളില്ല. കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു, കുറേ IUI ചെയ്തു. എന്തിനാണ് IUI ചെയ്യുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അസൂസ്പോമിയായിരുന്നു, അതായത് ഒരു ബീജം പോലും ഇല്ല. എന്താണെന്ന് നോക്കി, അപ്പം വൃഷ്ണത്തിൻ്റെ തകരാറ് തന്നെയാണ്, FSH ഹൈ ആണ്. ഞാൻ കുറച്ച് മെഡിസിൻ കൊടുത്തു. പക്ഷേ യൂഷ്വലി FSH ഹൈ ആണെങ്കിൽ ഒരിക്കലും ബീജം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. ഞാൻ IVF-നെ കുറിച്ച് പറഞ്ഞു. ദൈവേ വില്ലിങ്, കാരണം അവർ ഇത്രയും വർഷം എല്ലാം ട്രൈ ചെയ്തു, നടന്നില്ല. അപ്പം വില്ലിങ്. പക്ഷേ അതിൻ്റെ സക്സസ് റേറ്റും പറഞ്ഞു, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. എനിക്ക് ബീജം വൃഷ്ണത്തിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞ 20% ആണ് സക്സസ് റേറ്റ് പറഞ്ഞത്, അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത. ഇങ്ങനെ ഞങ്ങൾ IVF-ലോട്ട് പോയി. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് ഏകദേശം 12-13 എഗ്ഗ് കിട്ടി. 13 എഗ്ഗിൽ നമുക്ക് മൈക്രോ ടെസ്റ്റാണ് ചെയ്തത്. വൃഷ്ണം കയറി അതിൽ നിന്ന് കുറച്ച് സ്പേം എടുത്തു. നമുക്ക് 3 സ്പേം എന്താണ് കിട്ടിയത്. 3 സ്പേം നമ്മൾ 3 അണ്ടത്തിലോട്ട് കുത്തിവെച്ചു. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇതിനു മുന്നേ ആണിന് ചെയ്യേണ്ട കാരിയോടൈപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഇതിലോട്ട് പോയത്. എന്നിട്ട് 3 സ്പേം കുത്തിവെച്ചു. അതിൽ നിന്ന് ഒരു എംബ്രിയോ കിട്ടി. ഒരൊറ്റ എംബ്രിയോ കിട്ടിയുള്ളൂ, ഒരു Day 5 എംബ്രിയോ. ആ Day 5 എംബ്രിയോ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. നൗ ഷീ ഈസ് 3 month പ്രഗ്നൻറ്റ്. എനിക്ക് കുറേ കാര്യങ്ങൾ IVF-ന് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് 55% തന്നെയല്ലേ ഉള്ളൂ. അപ്പം 10 പേർക്ക് ചെയ്യുകയാണെങ്കിൽ 4 പേരെങ്കിലും അല്ലെങ്കിൽ 5 പേര് നെഗറ്റീവ് ആവും. അപ്പോൾ അവരുടെ വിഷമം കേൾക്കണമല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെയുള്ള, കാരണം ഒരിക്കലും സ്വന്തം കുട്ടി കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു കുട്ടിയെ കൊടുക്കാൻ സാധിക്കില്ലേ, അവരുടെ തന്നെ ഒരു കുട്ടിയെ കൊടുക്കാൻ സാധിച്ചില്ലേ. ബാക്കിയുള്ള 7-6 മാസവും നന്നായി തന്നെ പോട്ടെ എന്ന് ഞാൻ അവരുടെ കാര്യം പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സഹായത്തിനാലായിരിക്കും അങ്ങനെയുള്ള മിറാക്കിൾ സംഭവിക്കട്ടെ.